10-ാമത്തെ ശ്ലോകം 9-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട 5 ഗുണങ്ങളെക്കുറിച്ചാണ് ചാണക്യൻ ഇതിലൂന്നി പറയുന്നത്. 1-ാം അധ്യായം ശ്ലോകം 10. സംസ്കൃത ശ്ലോകം. ലോകയാത്രാഭയം ലജ്ജാ ദാക്ഷിണ്യം ത്യാഗശീലത പഞ്ച യത്ര ന വിദ്യന്തെ ന കുര്യാത്തത്ര സംസ്ഥിതിം. പദാനുപദ അർത്ഥം: ലോകയാത്ര, ജീവിതമാർഗം അഥവാ തൊഴിൽ, വ്യാപാരം വഴി ജീവിക്കാനുള്ള സാഹചര്യം. ഭയം, നിയമത്തോടും അധർമ്മത്തോടുമുള്ള പേടി, സോഷ്യൽ കൺട്രോൾ ഓർ ലോ. ലജ്ജ, തെറ്റ് ചെയ്യാൻ മടിക്കുന്ന അവസ്ഥ, മര്യാദ. ദാക്ഷിണ്യം, ദയ, മറ്റുള്ളവരോടുള്ള ഔദാര്യം അല്ലെങ്കിൽ സഹാനുഭൂതി. ത്യാഗശീലത, ത്യാഗ മനോഭാവം, ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ്. പഞ്ച യത്ര ന വിദ്യന്തെ, ഈ 5 കാര്യങ്ങൾ എവിടെ ഇല്ലയോ. ന കുര്യാത്, ചെയ്യരുത്. തത്ര സംസ്ഥിതിം, അവിടെ താമസം, വാസസ്ഥലം. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കേവലം സൗകര്യങ്ങൾ മാത്രം പോരാ, അവിടുത്തെ സംസ്കാരവും പ്രധാനമാണ്. 1. ലോകയാത്ര. അവിടെ നമുക്ക് അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കാൻ കഴിയണം. 2. ഭയം. നിയമവ്യവസ്ഥയെ പേടിയുള്ളവർ അവിടെ വേണം, അല്ലെങ്കിൽ ഗുണ്ടായിസവും അരാജകത്വവും ഉണ്ടാകും. 3. ലജ്ജ. മോശമായ കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളൊരു സമൂഹം വേണം. 4. ദാക്ഷിണ്യം. അയൽക്കാർക്കും നാട്ടുകാർക്കും പരസ്പരം സ്നേഹവും കരുണയും വേണം. 5. ത്യാഗശീലത. ആപത്തിൽ സഹായിക്കാൻ ദാനശീലമുള്ളവർ വേണം. 2. ആത്മീയ അർത്ഥം. ഈ 5 ഗുണങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ഉണ്ടാകണം. ഈ ഗുണങ്ങളില്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നത് നമ്മുടെ ആത്മീയ സംസ്കാരത്തെയും വിവേകത്തെയും ക്രമേണ ഇല്ലാതാക്കും. സത്സംഗം എന്ന ആത്മീയ തത്വത്തിൻ്റെ മറ്റൊരു വശമാണിത്. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. നമ്മുടെ അയൽപക്കവും സമൂഹവും എങ്ങനെയായിരിക്കണം എന്നതിന് ചാണക്യൻ നൽകുന്ന അളവുകോലാണിത്. മനുഷ്യത്വവും നിയമബോധവുമില്ലാത്ത ഇടങ്ങളിൽ എത്ര വലിയ സാമ്പത്തിക ലാഭമുണ്ടായാലും അവിടെ താമസിക്കുന്നത് ഗുണകരമല്ല. ഗുണപാഠകഥ. കച്ചവടക്കാരൻ്റെ മാറ്റം. ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ വളരെ തിരക്കുള്ള ഒരു നഗരത്തിൽ വലിയൊരു കട തുടങ്ങി. അവിടെ വലിയ ലാഭം കിട്ടിയിരുന്നെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് നിയമത്തോടോ പരസ്പര മര്യാദയോടോ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ആരും ആരെയും സഹായിക്കാറില്ല. എല്ലാവരും ചതിക്കാനും മോഷ്ടിക്കാനും തയ്യാറായിരുന്നു. ഒരിക്കൽ അയാളുടെ കടയ്ക്ക് തീ പിടിച്ചപ്പോൾ ആരും സഹായിക്കാൻ വന്നില്ലെന്ന് മാത്രമല്ല, സാധനങ്ങൾ മോഷ്ടിക്കാനാണ് എല്ലാവരും നോക്കിയത്. അവിടെ ദാക്ഷിണ്യവും ലജ്ജയുമില്ലായിരുന്നു. അയാൾ ഉടനെ ആ നഗരം വിട്ട് ലാഭം കുറവാണെങ്കിലും നല്ല സ്വഭാവമുള്ളവർ താമസിക്കുന്ന മറ്റൊരു നാട്ടിലേക്ക് മാറി. അവിടെ അയാൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിഞ്ഞു. ഗുണപാഠം. ഭൗതികമായ നേട്ടത്തേക്കാൾ വലുതാണ് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഗുണമേന്മ. ഈ ശ്ലോകം കഴിഞ്ഞാൽ വരുന്നത് പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ആരെയൊക്കെ എപ്പോഴൊക്കെയാണ് പരീക്ഷിക്കേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ചാണക്യൻ പറഞ്ഞു തരും.